അന്തിമഘട്ട ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് എത്തിയ കേരളത്തിൽ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കൾ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ കണ്ണുകളും വീണ്ടും ഡൽഹിയിലേക്കാണ്. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, നേതാക്കൾ സോണിയുടെ വസതിയിലാണ്. എല്ലാവരെയും ഒറ്റയ്ക്ക് കാണും. എല്ലാവർക്കും പല സമയങ്ങളിലായി ടൈം അനുവദിച്ചു എന്നുള്ളതായിരുന്നു നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഒരുമിച്ച് കാണുമോ അതോ വെവ്വേറെ തന്നെ ആയിരിക്കില്ലേ കാണുക? നിലവിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത് ഓരോ നേതാക്കളെയും വേറെ കാണാമെന്നുള്ളതാണ്. നേരത്തെ കേരളത്തിൽ നിന്ന് നേതാക്കൾ എത്തിയപ്പോഴും സമാനമായിട്ടുള്ളൊരു രീതി തന്നെയാണ് ഹൈക്കമാൻഡ് തുടർന്നിരുന്നത്. അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിനു ശേഷമായിരുന്നു പിന്നീട് ഇത്തരത്തിലൊരു പൊതു വാർത്താ സമ്മേളനം അടക്കം കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള നേതാക്കൾ അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ KPCC പ്രവർത്തകരുടെയും മുൻ അധ്യക്ഷന്മാരുടെയും ഒക്കെ തന്നെ യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജൻപത്ത് 10 സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ് ഇപ്പോൾ ഈ നേതാക്കളൊക്കെ തന്നെയും എത്തിയിട്ടുള്ളത്. കെ മുരളീധരൻ അല്പസമയം എത്തി. കെ സുധാകരനും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഓരോ നേതാക്കളെയും വേറെ കണ്ടുകൊണ്ട് അവരുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ഹൈക്കമാൻഡ് രേഖപ്പെടുത്തുകയും ചെയ്യും. 2 കാര്യങ്ങളാണ് കൃത്യമായും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത്. ഒന്ന്, MLA-മാരുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണോ, അതോ ഘടകകക്ഷികളും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരവും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണോ എന്നുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലേക്കായിരിക്കും ഈ ഹൈക്കമാൻഡ് നേതാക്കളിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ തേടുക. അങ്ങനെ വിശദമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുകയാണ്. ഇതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുകയും പിന്നീട് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാമെന്നുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉള്ളത്. എന്തായാലും നിർണായകമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കളും അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേകിച്ചും KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ പാർട്ടിക്ക് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക എന്നുള്ള കാര്യം കൂടി ഈ ചർച്ചയുടെ ഭാഗമാണ് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം VD സതീശിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരുന്നതിൽ എന്തായിരിക്കും ജനരോഷം ഉണ്ടാവുക എന്നതടക്കമുള്ള സാധ്യതകൾ കൂടിയും ഇപ്പോൾ ഹൈക്കമാൻഡ് പരിശോധിക്കുകയും ചെയ്യും. എന്തായാലും നേതാക്കളെ ഒറ്റക്കൊറ്റക്കായി കണ്ടുകൊണ്ട് അവരുടെ നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യം രേഖപ്പെടുത്തുക. ഇതിനുശേഷം കൂട്ടായിട്ടുള്ള ഒരു യോഗം കൂടി ഉണ്ടാകുമെന്നുള്ള നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൊരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ KPCC ഭാരവാഹികളുടെയും മുൻ അധ്യക്ഷന്മാരുടെയും തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് കൂടി നിർണായകമാണ്. കാരണം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് അടക്കം കടക്കുന്ന ഘട്ടത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സണ്ണി ജോസഫിനെ മാറ്റുകയും തിരികെ മറ്റൊരാളെ കൊണ്ടുവരികയും ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം അത്തരം കാര്യങ്ങളിൽ കൂടി ചില അഭിപ്രായങ്ങൾ തീരുമാനത്തിലേക്കോ ഓൾറെഡി അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉണ്ടാകാൻ പോകുന്ന എതിർപ്പുകളോ പ്രത്യാഘാതങ്ങളോ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിലുള്ള അഭിപ്രായങ്ങളായിരിക്കില്ല ഈ നേതാക്കളോട് തേടുന്നത്. അതോ ഇനിയും ആർക്കാണ് നിങ്ങളുടെ പിന്തുണ എന്നറിഞ്ഞതിന് ശേഷം അതിലേക്ക് പോവുകയാണോ ചെയ്യുന്നുണ്ടാവുക? പ്രധാനമായും അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഹൈക്കമാൻഡ് കൃത്യമായി പരിശോധിക്കാൻ പോകുന്നത്. കാരണം ഓരോ നേതാക്കളും അവരുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കും. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഘടകകക്ഷികളടക്കം ഒരു നേതാവിൻ്റെ പേര് തീരുമാനിക്കുകയാണെങ്കിൽ തങ്ങളുടെ അഭിപ്രായം പറയണം, അല്ലെങ്കിൽ തങ്ങളോട് ഇക്കാര്യം അറിയിക്കണമെന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. ഇതിനുശേഷം ഘടകകക്ഷികളുമായി ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഈ ഒറ്റപ്പേര് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഓരോ നേതാക്കൾക്കും ഇടയിലുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം KC പക്ഷവും VD പക്ഷവും ഇതിനോടകം തന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ഹൈക്കമാൻഡിന് മുമ്പിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേര് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും പിന്നീട് അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം. വൈകുന്നേരം മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് നിർണായകമായിട്ടുള്ള യോഗം തന്നെയായിരിക്കും ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ 4 ദിവസത്തിന് ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അദ്ദേഹത്തെ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം, ഇതിനൊരു അന്തിമ തീരുമാനം എടുക്കണം എന്നുള്ളത് സോണിയാഗാന്ധിയുടെ കൂടി നിർദ്ദേശങ്ങൾ കൂടിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി ഇങ്ങോട്ട്
ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകും. വൈകുന്നേരത്തോടുകൂടി നിർണായകമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കും. പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റഷീദ് ബിൻ മുഹമ്മദ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.